ഇതൊരു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലെ എം സ്വരാജിന്റെ വിജയം കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്നാമത് ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ടുവരാനുള്ള പച്ചക്കൊടിയായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വിനയപൂർവം തലമുനിപ്പു പറകധീര. കേരളത്തിലെ എഴുത്തുകാരി കലാകാരന്മാർ മുന്നോട്ട് വന്നു തന്നെ എതിരായിട്ടുള്ള വലിയൊരു അസ്വസ്ഥത കേരളത്തിൽ ചില കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നതിൽ എന്താണ് പ്രശ്നം? അഭിപ്രായം പറയാതെ എഴുത്തുകാരും കലാകാരന്മാരും മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ആർക്കാണ് അവകാശം? രാഷ്ട്രീയ പോരാട്ടം മുറുകുന്ന നിലമ്പൂരിൽ ഉയർന്നുകേട്ട പ്രസക്തമായ ചോദ്യങ്ങളാണിവ. നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നുവെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ചെയ്യുമായിരുന്നുവെന്ന് ആദ്യം തന്നെ പറഞ്ഞത് പ്രമുഖ കവി സച്ചിദാനന്ദനാണ്. പ്രമുഖരായ T. പത്മനാഭനും KR മീരയുമെല്ലാം സ്വരാജിന് പിന്തുണയുമായി പിന്നീടെത്തി. സ്വരാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എഴുത്തുകാർക്കെതിരെ സൈബർ ആക്രമണങ്ങളും സാംസ്കാരിക രംഗത്ത് വലിയ വിമർശനങ്ങളും ഉണ്ടായി. സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഇടതുപക്ഷ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. കൂട്ടായ്മ അരങ്ങിലെ അഗ്നിയും നിലമ്പൂരിന്റെ പ്രതീകവുമായ നിലമ്പൂർ ഐഷ ഉദ്ഘാടനം ചെയ്തു. തീയിൽ കുരുത്തതിനെ വെയിൽ കാട്ടി പേടിപ്പിക്കരുതെന്ന പ്രഖ്യാപനമാണ് കൂട്ടായ്മയിൽ ഉണ്ടായത്. പാട്ടുപാടിയും ചിത്രം വരച്ചും പ്രസംഗിച്ചും എഴുത്തുകാരും കലാകാരന്മാരും നിലമ്പൂരിൽ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ PT കുഞ്ഞുമുഹമ്മദ്, KN, TD രാമകൃഷ്ണൻ, അശോകൻ ചരുവിൽ, KP രാമനുണ്ണി, പ്രിയനന്ദനൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഷീല ടോമി, പ്രൊഫസർ സുജ സൂസൻ ജോർജ്, KP മോഹനൻ, കരിവള്ളൂർ മുരളി, MM നാരായണൻ, വിധു വിൻസെന്റ്, C രാവുണ്ണി എന്നിവരടക്കം നിരവധി എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും അണിനിരുന്ന കൂട്ടായ്മയിൽ സ്ഥാനാർത്ഥിയായ M സ്വരാജ് രംഗത്തെത്തി സംവാദിക്കുകയും ചെയ്തിരുന്നു. സാംസ്കാരിക കേരളത്തിന്റെ വേർപരിച്ഛേദമാണ് ഇന്നിവിടെ നിലമ്പൂരിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാനേറെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കലാസാഹിത്യ രംഗത്തെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം ഇതിനോടകം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു നിലപാട് പരസ്യപ്പെടുത്തി എന്നതുകൊണ്ട് കലാസാഹിത്യ രംഗത്തിലൂടെ അവരെന്തോ ഒരു പാചകം ചെയ്തു പോയി എന്ന നിലയിലുള്ള ചില അഭിപ്രായങ്ങൾ ഒറ്റപ്പെട്ടതെങ്കിലും ചില കോളുകളിൽ നിന്നും ഞാൻ വരികയുണ്ടായി എന്നുള്ളതാണ് കാണാം. സഖാവ് കുഞ്ഞാലിയുടെ പിന്തുണക്കാരനാണ്, ഒറ്റനിയനാണ്, സഖാവാണ്. സഖാവ് കുഞ്ഞാലി ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ജനജീവിതത്തെ ഊർജ്ജസ്വലമാക്കുന്ന എത്രയെത്രയോ തീപ്പന്തങ്ങളിൽ അണയാതെ കത്തുന്ന ഒരു തീപ്പന്തമാണ് സഖാവ് M സ്വരാജ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഒന്നാം ഘട്ടത്തിലെ വിജയം പോലെ രണ്ടാം ഘട്ടത്തിലെ വിജയവും പ്രഖ്യാപിക്കപ്പെടും. ആ കാര്യത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് യാതൊരുവിധ സന്ദേഹവുമില്ല. അപ്പൊ സർഗാത്മകതയും കമ്മ്യൂണിസവും എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു വലിയ കൂടിച്ചേരലാണ്. ഇതൊക്കെ ഉള്ള ഒരാളാണ് സ്വരാജ് എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക, വളരെ തെളിഞ്ഞ ഒരു മനസ്സുണ്ടാവുക, മറ്റുള്ളവരുടെ വാക്കുകൾ അതോടെ ശ്രദ്ധിക്കാൻ അറിയുന്ന ഒരാളാവുക എന്നതാണ് എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസക്തി എന്ന് പറയുന്നത്. അതിലൊരു മാനവികത ഉണ്ടാവാം. 94 ഒരിക്കലും ജയിക്കാത്ത ഒരു മണ്ഡലമായിരുന്നു ഗുരുവായൂർ LDF. അവിടെയാണ് യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത എന്നെ കൊണ്ടു നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഖാവും നേതാവുമായ MP ഗോവിന്ദൻ
ഗോവിന്ദൻ മാഷയും പിണറായി വിജയനൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആ തെരഞ്ഞെടുപ്പിൽ വെച്ചാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ ഞാനുമായി മത്സരിച്ചത് അബ്ദുൽ സമദ് സമദാനി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിലെ അതിഗംഭീരനായ സ്ഥാനാർത്ഥി. അദ്ദേഹമാണെങ്കിൽ ഗംഭീരമായി പ്രസംഗിക്കുന്ന ആളാണ്. എനിക്ക് 2 വാക്ക് പോലും അന്ന് സംസാരിക്കാൻ അറിയായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അവിടെ നിന്ന് പിന്നീട് ആ മണ്ഡലം ഒരിക്കലും UDF കിട്ടിയില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി എനിക്ക് തോന്നുന്നു. സ്വരാജിന്റെ ഒരു സവിശേഷത മലപ്പുറം ജില്ലയുടെ മുഴുവൻ പോരാട്ട വിജയങ്ങൾ കിഴക്കൻ ഏറനാട്ടിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഏറനാട്ടിലുടനീളം വിപ്ലവത്തിജ്വാലയായി പടർന്ന കുഞ്ഞാലിയെയും പടിഞ്ഞാറൻ കടലിലെ മുഴുവൻ സഹന സമര വിജയവും ആവാഹിച്ച ഇമ്പിച്ച് ബാവയുടെയും പോരാട്ട വിജയം സ്വരാജിലുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ലോക കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരായിരുന്ന EMSന്റെയും കെ ദാമോദരന്റെയും സൈദ്ധാന്തിക അടിത്തറയും സ്വരാജിലുണ്ട്. അതിലുപരിയായ ഒരു നല്ല സർഗാത്മക സാഹിത്യകാരനാണ്. സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആവേശം കൊണ്ടാണ് ഇത്രയധികം കലാകാരന്മാരും എഴുത്തുകാരുമെല്ലാം നിരുപാധികമായിട്ടുള്ള പിന്തുണയുമായി സ്വരാജിൻ്റെ പേര് വന്നിട്ടുള്ളത്. എന്ത് നെറികേടുകളും അധികാര രാഷ്ട്രീയവും വ്യാജങ്ങളും നടക്കാൻ പ്രാപ്തമായിട്ടുള്ള ഈ കാലത്ത് നിലപാടുകൾക്ക് വിലയുണ്ട്, ആദർശാത്മകതയ്ക്ക് വിലയുണ്ട്, ആശയ വ്യക്തതയ്ക്ക് വിലയുണ്ട് എന്ന് പ്രഖ്യാപിക്കലായിരുന്നു സത്യത്തിൽ സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്.